എഴുത്തച്ഛനെഴുതുന്നു എഴുത്തോലയിൽ എഴുന്നള്ളുന്നൊരു 100 മലയാളങ്ങൾ. ടീച്ചറുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തന്ത്രിവാദ്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ചു അല്ലേ? തന്ത്രിവാദ്യങ്ങൾ എന്താണെന്ന് മക്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്നാൽ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയായിരുന്നു? തമ്പുരു, വീണ, ഗിറ്റാർ, വയലിൻ തുടങ്ങി ഒട്ടനവധി ഉണ്ടല്ലേ. ഇനി നമുക്ക് 3 വാദ്യോപകരണങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ? ഏതെല്ലാമായിരുന്നു അത്? തുകൽവാദ്യം, സുഷിരവാദ്യം, ഘനവാദ്യം. ഇന്ന് നമുക്ക് തുകൽവാദ്യങ്ങളെക്കുറിച്ച് പഠിക്കാം. എന്താ? കാട്ടിലെ മാനിൻ്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട, കോലുകൊണ്ട് തൊട്ടാ തുടിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കോലുകൊണ്ട് തൊട്ടാ തുടിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. അപ്പം എങ്ങനെ ചെണ്ട ഉണ്ടാക്കിയെന്ന് മനസ്സിലായല്ലോ. എന്തുപയോഗിച്ചിട്ടാ? മാനിൻ്റെ തോലുപയോഗിച്ച് അല്ലേ? തുകൽവാദ്യങ്ങൾ അഥവാ തോൽവാദ്യങ്ങൾ. ഈ പേര് കേട്ടപ്പോൾ തന്നെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മൃഗങ്ങളുടെ തോല് വലിച്ചു കെട്ടിയാണ് ഈ വാദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. തുകൽവാദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ആരൊക്കെ പറയുന്നുണ്ടല്ലോ. അതെ, ചെണ്ട, മൃദംഗം, തകിൽ, തബല, ഉടുക്ക് മുതലായവ. ഇനിയുണ്ട് കേട്ടോ. എന്നാൽ ആദ്യം നമുക്ക് മൃദംഗത്തെക്കുറിച്ച് പഠിക്കാം. എന്താ? മൃദംഗം ദക്ഷിണേന്ത്യയിലെ വാദ്യോപകരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ്. എങ്ങനെയാണ് മൃദംഗം നിർമ്മിക്കുന്നതെന്നറിയാമോ? പ്ലാവിൻ്റെയോ തേക്കിൻ്റെയോ തടി തുരന്ന് 2 അറ്റത്ത് തോൽ കെട്ടി ഉറപ്പിച്ചാണ് മൃദംഗം നിർമ്മിക്കുന്നത്. പശു, ആട് തുടങ്ങിയ മൃഗങ്ങളുടെ തോലാണ് ഇതിനുപയോഗിക്കുന്നത്. മൃദംഗത്തിൻ്റെ വലതുഭാഗത്ത് കറുത്ത നിറത്തിൽ കാണുന്ന ഭാഗത്തിനെ ചോറ് എന്നാണ് പറയുന്നത്. അതുപോലെ ഇടതുഭാഗത്ത് നേരിയ ഗോതമ്പ് മാവ് നനച്ച് ഒട്ടിച്ചു വയ്ക്കാറുണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? മൃദംഗത്തിന് നല്ല നാദം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ശബ്ദ ക്രമീകരണത്തിന് സഹായിക്കുന്നു. ഇനി നമുക്ക് മൃദംഗത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണാം. എല്ലാവരും കണ്ടല്ലോ. മൃദംഗം വായിക്കുന്നതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഒട്ടനവധി പേരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലരെ നമുക്ക് പരിചയപ്പെടാം. പാലക്കാട് മണിയയ്യർ, ഉമയാൾപുരം ശിവരാമൻ. ഇനി നമുക്ക് മൃദംഗം വായിക്കുന്നതെന്ന് കേട്ടാലോ. എല്ലാവരും കേട്ടല്ലോ അല്ലേ? ഇനി നമുക്ക് തബലയെക്കുറിച്ച് പരിചയപ്പെടാം. കർണാടക സംഗീത കച്ചേരിക്ക് മൃദംഗം എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അതുപോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗീതോപകരണമാണ് തബല. മരം, പിച്ചള, ചെമ്പ് മുതലായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് തബല നിർമ്മിക്കുന്നത്. തബലയ്ക്ക് വിസ്താരം കൂടിയൊരു ഭാഗവും വിസ്താരം കുറഞ്ഞൊരു ഭാഗവും ഉണ്ടായിരിക്കും.
മൃദംഗത്തിൽ ഉപയോഗിച്ചതുപോലെ ഇതിലും ചോറ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ്? അതെ, നാദം കിട്ടുന്നതിന് വേണ്ടി, ശബ്ദം ക്രമീകരിക്കുന്നതിന് വേണ്ടി അല്ലേ? ഇനി നമുക്ക് തബലയുടെ ഭാഗങ്ങളൊന്ന് പരിചയപ്പെടാം. തബലയുടെ ഭാഗങ്ങൾ എല്ലാവരും കണ്ടല്ലോ. തബലവാദനത്തിൽ പ്രശസ്തനായ ഒരു സംഗീതജ്ഞനുണ്ട്. ആരാണെന്നറിയാമോ? അതെ, പലരും പറയുന്നുണ്ട്. അതെ, ഉസ്താദ് സക്കീർ ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ പിക്ചർ കണ്ടല്ലോ എല്ലാവരും. ഇനി തബല വായിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കേൾക്കാം. കേട്ടല്ലോ എല്ലാവരും? എന്തു മനോഹരമായിട്ടാണ് വായിക്കുന്നതല്ലേ? എന്തൊരു സുഖം അത് കേൾക്കാൻ. ഇനി അടുത്തൊരു വാദ്യത്തെ നമുക്ക് പരിചയപ്പെടാം. തകിൽ. എല്ലാവരും കണ്ടിട്ടുണ്ടോ തകിൽ എന്താണെന്ന്? ഇന്ന് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. മൃദംഗവും തകിലും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. പക്ഷേ മൃദംഗത്തേക്കാൾ വിസ്താരമുള്ളൊരു വാദ്യമാണ് തകിൽ. ഇതിന് വലന്തല, ഇടന്തല എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഇടന്തലയിൽ കോലുകൊണ്ടടിക്കാൻ പറ്റിയ മൃദുവായൊരു തോലാണ് ഉപയോഗിച്ചിരിക്കുക. എന്നാൽ വലന്തലയിലോ വിരലുകൾ കൊണ്ട് കൊട്ടാൻ പാകത്തിന് ഒരു തോൽ വലിച്ചു മുറുക്കി കെട്ടിയിരിക്കും. ഇനി നമുക്ക് തകിലിൻ്റെ ഭാഗങ്ങളൊന്ന് പരിചയപ്പെട്ടാലോ? തകിലെല്ലാവരും കണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് തകിൽ എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ ഏതാനും തുകൽ വാദ്യങ്ങളെ കുറിച്ച് പരിചയപ്പെട്ടല്ലോ. ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റു വാദ്യങ്ങളുമായി ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കോലുകൊണ്ട് തൊട്ടാ തുടിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട.